നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വയനാട്ടിലെ ദുരന്തമുഖത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച സേനകൾ ലോകത്തിന് സമ്മാനിച്ചത് മനുഷ്യത്വത്തിന്റെ മഹനീയ മുഖമുദ്രയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് സേവനത്തിന്റെ പുത്തൻ അധ്യായം രചിച്ചതായും മുഖ്യമന്ത്രി. ദുരന്തമുഖത്ത് പോലീസ് ഏറ്റെടുത്തത് അത്യന്തം അപകടകരമായ രക്ഷാദൗത്യം. കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ 19B ബാച്ചിലെ 187 വനിതാ പോലീസ് സേനാംഗങ്ങളുടെയും മലപ്പുറം MSP ബറ്റാലിയൻ പരിശീലനം പൂർത്തീകരിച്ച 223 പുരുഷ പോലീസ് സേനാംഗങ്ങളും ഇനി കേരള പോലീസിന്റെ ഭാഗം. പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ മാരാത്തുകുന്ന് അകമലിയിൽ ഉരുൾപൊട്ടൽ ജാഗ്രത തുടരാൻ നിർദ്ദേശിച്ച് വിദഗ്ധ സംഘം. മേഖലയിലെ ഒരു വിഭാഗം കുടുംബങ്ങൾക്ക് സ്വന്തം വീടുകളിലും ആവാസ കേന്ദ്രങ്ങളിലും തിരിച്ചെത്താൻ ഇനിയുമേറെ കാത്തിരിക്കണം. പ്രദേശം അതീവ അപകടാവസ്ഥയിൽ തുടരുന്നതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജില്ലാ ഓഫീസർ ഡോക്ടർ AK മനോജ്. MLA സേവ്യാർ ചിറ്റിലപ്പിള്ളിയെയാണ് വിവരം അറിയിച്ചത്. ജില്ലാ കളക്ടർക്ക് വിശദ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. ദുരന്ത ഭീതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കളക്ടറുടെ ഭാഗിക അനുമതി. ശബരിമല വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ. നിർദ്ദിഷ്ട ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കി. 2570 ഏക്കർ ഭൂമി വീണ്ടും ഉടമകളുടെ കൈകളിലേക്ക്. ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സർക്കാർ പിൻവാങ്ങൽ. പുനരാരംഭിക്കാൻ കാത്തിരിക്കണം നാളുകളേറെ. പിന്നിടേണ്ടത് വലിയ കടമ്പകൾ. തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ അവധി പ്രഖ്യാപിച്ച് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് അവധി. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം തഹസിൽദാർമാർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരെ അറിയിക്കണമെന്ന് കളക്ടർ. നീണ്ട അവധി പട്ടികയിൽ വടക്കാഞ്ചേരി മേഖലയിലെ സ്കൂളുകളില്ല. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെയും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളുകളിലെയും ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. രാമായണ മാസാചരണത്തിന്റെ പുണ്യനിറവ ലഹരിയിൽ ക്ഷേത്രങ്ങൾ. ഇല്ലനിറ, മഹാഗണപതി ഹോമങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ വിശ്വാസി സാഗരമെത്തി. മുണ്ടത്തിക്കോട് കോടശ്ശേരി ശിവപാർവതി, പെരിയമ്മക്കാവ്, എടക്കളത്തൂർ ശ്രീ ശിവ ദുർഗാദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഇല്ലനിറകൾ നടന്നു. വടക്കാഞ്ചേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം. വടക്കാഞ്ചേരി ഒന്നാംകല്ലിൽ എക്സൈസ് വകുപ്പിന്റെ രാത്രികാല പെട്രോളിംഗിനിടെ 1 കിലോ 50 ഗ്രാം കഞ്ചാവ് പിടികൂടി. തൃശൂർ ഇന്റലിജൻസ് ബ്യൂറോയുടെ രഹസ്യ വിവരത്തെ തുടർന്ന് നടന്ന പരിശോധനയിലാണ് കഞ്ചാവ് വേട്ട. എക്സൈസ് വാഹനം കണ്ടതോടെ കഞ്ചാവ് അടങ്ങിയ ബാഗ് ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് സംശയിക്കുന്ന ആൾക്ക് വേണ്ടി ഊർജിത അന്വേഷണം. വയനാട് ദുരന്തത്തിൽ മനം പൊള്ളി നിലയ്ക്കാത്ത രോദനവുമായി കേരളം. ഇനിയും തിരിച്ചറിയാത്ത 40 പേരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു. പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിലാണ് സംസ്കാരം നടന്നത്. അടുത്തടുത്ത കുഴികളിലായാണ് സംസ്കരിച്ചത്. ഇതുവരെ ലഭിച്ചത് 270 മൃതദേഹങ്ങളെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ശരീരഭാഗങ്ങൾ ലഭിച്ചത് 160. 171 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയതായും മന്ത്രി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായപ്രവാഹം. നിരത്തുകളിൽ ഒരു ജീവനും പൊലിയാതിരിക്കാൻ
അതീവ ജാഗ്രതയോടെ നിലകൊള്ളുന്ന ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസിന് സിൽവർ ജൂബിലി നിറവ്. ആക്സിന്റെ ആപ്തവാക്യം ജീവകാരുണ്യം. 365 ദിവസവും 24 മണിക്കൂറും സേവനം. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറക്കി. നിക്ഷേപ തട്ടിപ്പ് കേസ്. പ്രമുഖ വ്യവസായിയും പത്മശ്രീ ജേതാവുമായ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് TS സുന്ദർ മേനോൻ അറസ്റ്റിൽ. നിക്ഷേപം തിരിച്ചു നൽകുന്നില്ലെന്ന 18 പേരുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 5 വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി 30 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കേസ്. ഹീവാൻസ് ഫിനാൻസ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ്. കനത്ത മഴയിൽ വടക്കാഞ്ചേരി കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടിയത് ടൺ കണക്കിന് മാലിന്യം. നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകരുടെയും മഹാത്മാ ഷെയർ ആൻഡ് കെയർ പ്രവർത്തകരുടെയും സഹകരണത്തോടെയായിരുന്നു സേവന പ്രവർത്തനം. മാലിന്യങ്ങളിൽ മൃഗങ്ങളുടെ ജഡങ്ങളും വന്നടിഞ്ഞ് വൃത്തിഹീനമായ നിലയിലായിരുന്നു കുമ്മായച്ചിറ. പ്രവർത്തനത്തിന് നാടിന്റെ കയ്യടി.